വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഇൻട്രൊഡ്യൂസിങ് ലിറ്ററേച്ചറിലെ ഐഡൻറ്റിറ്റി കാർഡ് എന്ന ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. സാറ ജോസഫ് എഴുതിയിട്ടുള്ള ചെറിയൊരു പോയമാണ്. നമ്മളിവിടെ ഈ പോയത്തിൻ്റെ ചെറിയൊരു സമ്മറിയും അതിലെ ഇമ്പോർട്ടൻ്റ് പോയിൻറ്സും ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. The poem Identity Card explores the destructive impact of casteism on love and belonging. ഈ പോയത്തിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത് ലവ് ആൻഡ് ബിലോങ്ങിങ്, സ്നേഹത്തിനും അടുപ്പത്തിനും മുകളിൽ ഈ ജാതീയത ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റിനെ കുറിച്ചിട്ടാണ്. ദ സ്പീക്കർ എ ദളിത് സ്റ്റുഡൻറ്റ്, ഈ പോയത്തിലെ സ്പീക്കർ ഒരു ദളിത് സ്റ്റുഡൻ്റ് ആണ്. ഇൻഡിക്കേറ്റഡ് ബൈ ദ റെഡ് മാർക്ക് ഇൻ ദ ഐഡൻറ്റിറ്റി കാർഡ് സിഗ്നിഫൈയിങ് എ ഗവൺമെൻറ് സ്റ്റൈപ്പൻഡ്. ഈ കാര്യം നമുക്ക് മനസ്സിലാവുന്നത് അവരുടെ ഐഡൻറ്റിറ്റി കാർഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ആ കാർഡിനകത്ത് ഗവൺമെൻറ്റിൽ നിന്ന് സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നതിൻ്റെ ഒരു റെഡ് മാർക്കിംഗ് ഉണ്ട്. അതിലൂടെയാണ് ഇവരുടെ ഈ കാസ്റ്റിൻ്റെ ഐഡൻറ്റിറ്റി നമുക്ക് ലഭിക്കുന്നത്. Experiences a brief moment of connection with a girl from a different caste, Christian. ഇവർക്ക് ക്ലാസ്സിലുള്ള ഒരു ക്രിസ്ത്യൻ പെൺകുട്ടിയുമായിട്ട് ഒരു അടുപ്പുണ്ടാവുന്നു. ഇവർ ഒരു ബെഞ്ചിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. അപ്പോൾ ഒരു സൗഹൃദം അവർ തമ്മിൽ ഉണ്ടാവുന്നു. ഇവർ തമ്മിൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകളാണെങ്കിലും ഒരു സൗഹൃദം അവിടെ ഉണ്ടാവുന്നുണ്ട്. ദേ ഷെയർ ഫുഡ്, പോയട്രി ആൻഡ് എ സെൻസ് ഓഫ് ടുഗദർനെസ് ട്രാൻസെൻഡിങ് ദ റിലീജിയസ് ബാക്ക്ഗ്രൗണ്ട്സ്. അപ്പോൾ സാധാരണഗതിക്ക് ക്ലാസ്സിൽ ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന ആളുകൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നു, ഭക്ഷണം പങ്കുവയ്ക്കുന്നു, കവിതകൾ വായിക്കുന്നു. ആ രീതിയിൽ നല്ലൊരു റിലേഷൻ അവർ തമ്മിൽ ഉണ്ടാവുന്നുണ്ട്. ഹൗവർ, ദി ഇല്യൂഷൻ ഓഫ് ഇക്വാലിറ്റി ഷാറ്റേഴ്സ് വെൻ ദ ഗേൾ ഡിസ്കവേഴ്സ് ദ സ്പീക്കേഴ്സ് കാസ്റ്റ്. പക്ഷേ ഇവർ തമ്മിലുള്ള ഈ ഇക്വാലിറ്റിയുടെയും സൗഹൃദത്തിൻ്റെയും ഒക്കെ തോന്നൽ പെട്ടെന്ന് തന്നെ ഇല്ലാതെയാവുന്നു. അതിന് കാരണമാവുന്നത് ഈ ഫ്രണ്ട് നമ്മുടെ സ്പീക്കറുടെ കാസ്റ്റ് ഏതാന്നുള്ള കാര്യം കണ്ടെത്തുന്നതാണ്. ഷീ ഫൈൻഡ്സ് ദിസ് ഫ്രം ദി ഐഡൻറ്റിറ്റി കാർഡ് ഓഫ് ദി സ്പീക്കർ. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ സ്റ്റൈപ്പൻഡ് ലഭിക്കുന്നുണ്ട് എന്ന് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഐഡൻറ്റിറ്റി കാർഡിൽ നിന്നാണ് ഈ ഫ്രണ്ടിന് ഇവരുടെ കാസ്റ്റ് ഏതാണ് എന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അതിനുശേഷം അവർ തമ്മിൽ ഇക്വാലിറ്റി ഇല്ല, ആ ഫ്രണ്ട്ഷിപ്പ് അവിടെ ഇല്ലാതാവുകയാണ്. The red scribble becomes a symbol of the speaker's marginalized identity, disrupting their relationship. അപ്പോൾ ആ ഒരു റെഡ് സിമ്പിള് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതാവുന്നതിനൊരു കാരണമായിട്ട് വരികയാണ്. അതായത് കാസ്റ്റ് കാരണം കൊണ്ടാണ് അവിടെ ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലാതെയാവുന്നത്. ദ സ്പീക്കേഴ്സ് ഹാർട്ട് ബ്രേക്ക് ഈസ് എവിഡൻറ്റ് ഇൻ ദ ഫൈനൽ സ്റ്റാൻസ. അപ്പോൾ ആ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മുടെ സ്പീക്കർക്ക് ഉണ്ടാവുന്ന ഒരു വിഷമം, അവരുടെ ഹാർട്ട് ബ്രേക്ക് ഈ പോയത്തിൻ്റെ അവസാന സ്റ്റാൻസയിൽ നമുക്ക് വിസിബിൾ ആണ്. The speaker becomes cynical about love between castes, believing such relationships are doomed to fail. തുടർന്ന് അവരുടെ ഒരു ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിൽ വ്യത്യസ്ത ജാതിയിൽപ്പെട്ട ആളുകൾ തമ്മിൽ ഇങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പോ ലവോ ഒന്നും ഉണ്ടാവില്ല. അത്തരം റിലേഷൻഷിപ്പ് വളരെ പെട്ടെന്ന് തന്നെ തകർന്നു പോവും, അത് നിലനിൽക്കില്ല എന്നുള്ള ഒരു കാര്യമാണ് സ്വന്തം അനുഭവത്തിൽ നിന്ന് അവർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. The contrasting image of future couples with unmarked identity cards emphasizes the speaker's exclusion and the pervasiveness of caste prejudice. പിന്നീട് ഭാവിയിൽ അവർ ഇതുപോലെ കപ്പിൾസിനെ കാണുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. അവരുടേതൊക്കെ അൺമാർക്ക്ഡ് ഐഡൻറ്റിറ്റി കാർഡ്സ് ആയിരിക്കും. അതായത് അവരുടെ ഐഡൻറ്റിറ്റിയിൽ ഇങ്ങനെ ഒരു മാർജിനലൈസേഷൻ ഉണ്ടായിരിക്കില്ല. ആ രീതിയിൽ ഈ കാസ്റ്റ് സാമൂഹിക ബന്ധങ്ങളെ എങ്ങനെയാണ് തകർക്കുന്നത് എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതായത് വ്യത്യസ്തമായിട്ടുള്ള കാസ്റ്റ് ആയതിൻ്റെ പേരിൽ സൗഹൃദത്തിന് പോലും ആളുകൾ തയ്യാറാവാത്ത വിധം ഒറ്റപ്പെടുന്ന ഒരു ജാതീയത പ്രശ്നത്തെ കുറിച്ചിട്ടാണ് ഈ പോയത്തിനകത്ത് പറഞ്ഞു വയ്ക്കുന്നത്. ഇനി ഇതിലെ ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ്. നമുക്ക് പ്രധാനമായിട്ട് 2 പോയിന്റ്സ് ആണുള്ളത്. ഒന്ന് സ്വാഭാവികമായിട്ടും കാസ്റ്റിസം തന്നെയാണ്. ദ പോയം പവർഫുള്ളി പോർട്രേസ് ഹൗ ദ കാസ്റ്റ് സിസ്റ്റം ഡിക്റ്റേറ്റ്സ് സോഷ്യൽ ഇൻ്ററാക്ഷൻസ് ആൻഡ് റിലേഷൻഷിപ്സ്. അപ്പോൾ സാമൂഹികമായിട്ടുള്ള ഇടപെടലുകളും അതുപോലെ തന്നെ സാമൂഹികമായിട്ടുള്ള ബന്ധങ്ങളും എങ്ങനെയാണ് ജാതി കൊണ്ട് നിർണ്ണയിക്കപ്പെടുന്നത് എന്നുള്ളൊരു കാര്യമാണ് ഈ പോയത്തിനകത്ത് നമ്മൾ കാണുന്നത്. ദ റെഡ് മാർക്ക് സിഗ്നിഫൈസ് ദ സ്പീക്കേഴ്സ് ലോവർ കാസ്റ്റ് സ്റ്റാറ്റസ്, എ ബാരിയർ ദാറ്റ് പ്രിവെൻറ്റ്സ് ഹിം ഫ്രം അച്ചീവിങ് ഇക്വാലിറ്റി വിത്ത് ദ ഗേൾ. അപ്പോൾ ആ ഒരു ഐഡൻറ്റിറ്റി കാർഡിനകത്തുള്ള റെഡ് മാർക്ക് എന്ന് പറയുന്നത് അവരുടെ മാർജിനലൈസേഷൻ്റെ, അവരുടെ ഒറ്റപ്പെടുത്തലിൻ്റെ ഒരു സിമ്പലായിട്ട് അവിടെ വരികയാണ്. മാർജിനലൈസ്ഡ് ലിറ്ററേച്ചർ അല്ലെങ്കിൽ സബാൾട്ടേൺ ലിറ്ററേച്ചർ എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി കാർഡ് ഈസ് എ പ്രൈം എക്സാമ്പിൾ ഓഫ് മാർജിനലൈസ്ഡ് ലിറ്ററേച്ചർ. ഇറ്റ് ഗിവ്സ് വോയിസ് ടു ദി എക്സ്പീരിയൻസ് ഓഫ് ദളിറ്റ്സ്, എ ഹിസ്റ്റോറിക്കലി ഒപ്രസ്ഡ് കമ്മ്യൂണിറ്റി ഇൻ ഇന്ത്യ.
അപ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് ഇങ്ങനെ ജാതീയത എന്ന് പറഞ്ഞൊരു പ്രശ്നമുണ്ട്. പല ആളുകൾ ഇത്തരത്തിലുള്ള അനുഭവങ്ങളിലൂടെ ഉണ്ടായിരിക്കുക. പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ ഒരു കവിതയിലോ കഥയിലോ കൂടുതലായിട്ട് വായിച്ച് പരിചയം നമുക്കില്ല. അതുകൊണ്ടാണ് ഇത് മാർജിനലൈസ്ഡ് ലിറ്ററേച്ചറിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആണ് പറയുന്നത്. അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയുടെ അനുഭവങ്ങൾ ഇതിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. Then, the poem sheds light on the social and emotional challenges faced by those on the fringes of society due to the caste system. ഇവിടെ ജാതി വ്യവസ്ഥ കാരണം കൊണ്ട് സമൂഹത്തിൽ നിന്ന് പുറത്തു നിർത്തപ്പെടുന്ന അല്ലെങ്കിൽ ഒറ്റപ്പെടുത്തുന്ന ആളുകളുടെ ഒരു ജീവിത അനുഭവത്തെക്കുറിച്ചിട്ടും അവസ്ഥയും കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഈ പോയത്തിനകത്ത് പറയുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പോയവുമായി ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ സജഷൻസോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.